ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി പുതുവർഷത്തിൽ ദൈവം നമുക്ക് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇത് ഈ പുതിയ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ച കർത്തൃദിവസം. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ രാവിലെ എഴുന്നേറ്റ് തിരുമുഖം അന്വേഷിക്കുവാനും ദൈവത്തിൻ്റെ കൃപ ആസ്വദിച്ച് അനുഭവിച്ചറിയുവാനും ഒരു സുന്ദര ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കേൾക്കുവാൻ ഈ സമയത്ത് താല്പര്യം കാണിച്ച ലോകത്തിൻ്റെ പല ഭാഗത്തായിരിക്കുന്ന എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും പ്രിയമുള്ള കർത്താവിൽ പ്രിയരായിരിക്കുന്ന അതോടൊപ്പം തന്നെ പ്രസിദ്ധരായ ദൈവദാസന്മാരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായിരിക്കുന്ന സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ മഹാദൈവത്തിന് ഈ പുതിയ കാലത്തിലും ദൈവകൃപ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവിക മാധുര്യ ദൂതുകൾ പകർന്നു തരുവാൻ എൻ്റെ അധരവും എൻ്റെ ശബ്ദവും ഉപയോഗിക്കുന്ന അഖിലാണ്ട സൃഷ്ടിതാവായ എൻ്റെ വീണ്ടെടുപ്പുകാരനായ എൻ്റെ അപ്പനായ എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന എനിക്ക് അഭിഷേകം തന്ന എന്നെ ശുശ്രൂഷയിൽ നിർത്തിയ എൻ്റെ ദൈവത്തെ 1000 നന്ദി ഈ പ്രഥമ കർത്തൃദിവസത്തിൽ നിങ്ങളെ മനതാരിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന എല്ലാ വാക്കുകൾക്കായിട്ട് നന്ദി. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വലിയ കൃപകൾ നമ്മളിൽ പകരേണ്ടതിന്, ദൈവത്തിൻ്റെ സകല അനുഗ്രഹ വർഷവും ചൊരിയേണ്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും മംഗളാശംസകൾ നേരുന്ന കൂടെ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഹാർദവുമായി ക്ഷണിക്കുന്നു. 2 ശമൂവേൽ 6-ാം അധ്യായം 11-ാം വാക്യം. യഹോവയുടെ പെട്ടകം ഗിത്യനായ ഓബേദേദോമിൻ്റെ വീട്ടിൽ 3 മാസം ഇരുന്നു. യഹോവ ഓബേദേദോമിനെയും അവൻ്റെ കുടുംബത്തെയൊക്കെയും അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം യഹോവ ഓബേദേദോമിൻ്റെ കുടുംബത്തെയും അവനുള്ള സകലത്തെയും അനുഗ്രഹിച്ചു എന്ന് ദാവീദ് രാജാവിന് അറിവ് കിട്ടി. നമ്മൾ ഈ ദിവസങ്ങളുടെ ഈ വർഷാരംഭ ദിവസങ്ങളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ കണ്ടെത്തിയ, ഞാൻ ഗ്രഹിച്ച ചില പാഠങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് ഈ വർഷാരംഭത്തിങ്കൽ നിങ്ങളെ ബോധിപ്പിക്കണം, നിങ്ങളോട് അതിൽ നിന്ന് ദൂത് പറയണമെന്ന് ആഗ്രഹിച്ച് ഇന്നലെ മുതൽ ബൈബിളിലെ ഒരു 3 മാസത്തിൻ്റെ കണക്ക് അനേക ഭാഗത്ത് കണ്ടു. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. കേവലം ഒരു വചന പഠനമല്ല, അതിനകത്ത് നുറുങ്ങ് ചിന്തകളിലൂടെ നമുക്ക് തരുന്ന സ്വർഗീയ ദൂതുകൾ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്, ശക്തീകരിക്കുന്നുണ്ടെന്ന് പ്രതികരണങ്ങളിലൂടെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നു. ദൂതിനോട് പ്രതികരിക്കുന്ന എല്ലാവരോടും 1000 നന്ദി. എനിക്കുമത് പ്രചോദനമാണ്. സ്തോത്രം വർദ്ധിക്കാനിടയായിത്തീരും. അങ്ങനെ തന്നെ തുടരട്ടെ എന്നോർപ്പിച്ചുകൊണ്ട് ഇന്നലെ മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസം കഴിച്ചുകൂട്ടി. ആ 3 മാസം കൊണ്ട് മറിയയ്ക്കുണ്ടായ കരുത്തും കാവലും എല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ചു. ഇന്ന് ഇതാ 3 മാസം കൊണ്ട് ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെടുക. എങ്ങനെ? ദൈവത്തിൻ്റെ പെട്ടകം നിമിത്തം. അധ്വാനിച്ചിട്ടോ പണമുണ്ടാക്കിയിട്ടോ ബിസിനസ് നടത്തിയിട്ടോ വിസ എടുത്ത് വിദേശത്ത് പോയിട്ടോ വർഷങ്ങൾ പിന്നിട്ടിട്ടും പറയത്തക്ക ഗുണമൊന്നും വരാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ഇതാ 3 മാസം കൊണ്ട് കൊട്ടാരമറിയത്തക്ക രീതിയിൽ ഒരനുഗ്രഹം ഭവനത്തിൽ പ്രാപിച്ചൊരു കുടുംബത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുക. എൻ്റെ ഉറച്ച വിശ്വാസം നേരാവണ്ണം വേണ്ടും വണ്ണം വ്യവസ്ഥ പ്രകാരം, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല, വ്യവസ്ഥ പ്രകാരം ദൈവത്തെ കൂട്ടുപിടിച്ച് കൂടെ നിന്നാൽ 2-3 മാസം കൊണ്ട് തള്ളിക്കളഞ്ഞവരും നിന്ദിച്ചവരും അറിയും ദൈവം അവനെ അനുഗ്രഹിച്ചു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല, സ്വർഗം അവരെ മാനിച്ചു എന്ന് തെളിയും. ആ തെളിവിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഹഠാതാകർഷിക്കുകയാണ്. വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ ഈ ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരിക്കുന്നത് വരെയുള്ള കാലഘട്ടം ഈ ശമൂവേലിൻ്റെ പുസ്തകത്തിനകത്ത് 7 പ്രധാന സ്ഥലങ്ങളിൽ പെട്ടകം ഇരുന്നതായിട്ട് ഞാൻ വായിച്ചു. വിവിധ സമയങ്ങളിൽ ഞാൻ ആ ഭാഗങ്ങളൊന്ന് വിശദീകരിച്ച് തരാം. ഒന്നാമത്തത് 1 ശമൂവേൽ 5:1 അവിടെ പറയുന്നു, ഫെലിസ്ത്യർ പെട്ടകമെടുത്ത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെച്ചു. 2 ദിവസമാണ് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ പെട്ടകം വരുന്നത്. അമ്പമ്പവും ദാഗോൻ തീർന്നു. വചനത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? ദാഗോൻ കമന്നു വീണു, കൈയൊടിഞ്ഞു, കഴുത്തൊടിഞ്ഞു. അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഫെലിസ്ത്യരുടെ ഒരു ദൈവപ്രതിഷ്ഠയാണ്. പെട്ടകം മഹാദൈവത്തിൻ്റെ സാന്നിധ്യം അതുപോലെ ആവഹിച്ചിറങ്ങി നിന്ന ഒരു ഉപകരണമാണ്. 40 വർഷത്തോളം തകശുതോലുകൊണ്ട് മൂടി സമാഗമന കൂടാരത്തിനകത്ത് യോശുവയുടെ കാലം വരെയും പുറം ലോകം കാണാതെ ദൈവസാന്നിധ്യത്തിൽ മാത്രം മറഞ്ഞിരുന്ന ഒരു ഉപകരണമാണ് പെട്ടകം. അതിനകത്ത് ഇത്ര വലിയ ശക്തി, ദൈവത്തിൻ്റെ ആളത്ത രൂപം ഇതുപോലെ തെളിഞ്ഞു നിന്നൊരു ഉപകരണം ചരിത്രത്തിൽ വേറെയില്ല. കർത്താവായ യേശുവിന് നിഴലാണ് വാസ്തവത്തിൽ ആ പെട്ടകം. അത് ദാഗോൻ്റെ ക്ഷേത്രത്തിൽ 2 ദിവസം ഇരുന്നപ്പോൾ ദാഗോന് വൻപിച്ച നഷ്ടം. രണ്ടാമത്തത് 1 ശമൂവേൽ 5:6 മുതൽ വായിച്ചാൽ പെട്ടകം അസ്തോദ്യരുടെ
ഇടയിലായിരുന്നു എന്ന് കാണാം. അസ്തോദരുടെ ഇടയിൽ പെട്ടകം വരുന്നപ്പോൾ നിങ്ങളുടെ ഭാഗം വായിച്ചാൽ മതി. ദൈവം അവരെ ശൂന്യമാക്കി എന്ന് എഴുതിയിരിക്കുന്നു. ശൂന്യമാക്കി. അല്പകാലം അവിടെ ഇരുന്നപ്പോഴത്തേക്കും അവർക്ക് ശൂന്യത വന്നു, നഷ്ടം. അടുത്തത് പെട്ടകം അവർ ഗത്തിൽ കൊണ്ടുവച്ചു എന്ന് കാണാം. 1 ശമൂവേൽ 5:8 വാക്യം. 9 വാക്യത്തിൽ കാണുന്നത് പെട്ടകം അവിടെ ചെന്ന ശേഷം എല്ലാവർക്കും വലിയ പരിഭ്രമം ഉണ്ടായി. എല്ലാവർക്കും മൂലരോഗം ബാധിച്ചു. രോഗവും പരിഭ്രമവും പെട്ടകം ഗത്തിൽ ചെന്നപ്പോൾ. 4-മത്തത് 1 ശമൂവേൽ 5:10 കാണുന്നു പെട്ടകം എക്രോനിലേക്ക് അയച്ചു എന്ന്. അവിടെയും വലിയ മരണകരമായ പരിഭ്രമം പിടിച്ചു എന്നാണ് 10 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഈ 3 സ്ഥലത്തും കൂടി പെട്ടകം ഏകദേശം 7 മാസം ഇരുന്നു. 7 മാസം കൊണ്ട് ഫെലിസ്ത്യ ദേശത്തിലെ 3 വൻകിട പട്ടണങ്ങളിൽ പരിഭ്രമം ഉണ്ടായി. രോഗം വന്നു. ഒരു വലിയ കൂട്ടം ആളുകൾ പ്ലേഗ് പോലത്തെ രോഗം വന്ന് മരിച്ചു. അപ്പോൾ ഈ 3-4 സ്ഥലത്ത് ഇരുന്നത് കൊണ്ട് പെട്ടകം ഇരുന്നുകൊണ്ട് പറയത്തക്ക യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അടുത്തത് 6-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ ഫെലിസ്ത്യർ പേടിച്ചിട്ട് പെട്ടകം വണ്ടിയിൽ കയറ്റി ബേത്ത്ശെമേശിലേക്ക് കൊടുത്തുവിട്ടതായി കാണാം. അവിടെയും ഭയങ്കര സംഭവങ്ങൾ നേരിട്ടു. പെട്ടകത്തെ നോക്കാൻ ആളുകൾക്ക് പേടിയായി. നോക്കിയവരെല്ലാം പിടച്ചു വീണ് ചാവാൻ തുടങ്ങി. അവിടെയും വൻപിച്ച നഷ്ടം. 6-മത്തത് പെട്ടകം കീര്യത്ത് യയാരീമിലുള്ള അബീനാദാമിൻ്റെ വീട്ടിൽ വെച്ചു. 7:1 ശമൂവേലിൻ്റെ പുസ്തകം. 20 കൊല്ലമാണ് പെട്ടകം അവിടെ ഇരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ 20 കൊല്ലം കൊണ്ട് ഒരു ഗുണവും പറയത്തൊക്കെ അവിടെ ഉണ്ടായില്ല. 20 കൊല്ലം അവിടെ ഇരുന്നുള്ളൂ. നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെയുണ്ട്, വേദോത്സവമുണ്ട്, പ്രാർത്ഥനയുണ്ട്, കൂട്ടായ്മയുണ്ട്, ഒക്കെ ശരിയാണ്. പറയത്തൊക്കെ ഗുണമൊന്നുമില്ല. ഒരു സാക്ഷ്യം, ഒരു ചലഞ്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പ്രാർത്ഥനയും കൂട്ടായ്മയും ഉപദേശിമാരൊക്കെ പരിചയമുണ്ട്. എല്ലാവരും കയറി ഇറങ്ങിപ്പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പറയത്തക്ക ഗുണമില്ല. എൻ്റെ കൂടപ്പുറപ്പുകളെ ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റിരുന്ന് കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്. ഈ കൊല്ലം നമുക്ക് പ്രയോജനമാക്കണം. ഈ കൊല്ലത്തെ നമുക്ക് നേടണം. ഈ കൊല്ലത്തെ കരുത്താക്കണം. അതിന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുക. ദൈവം 3 മാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെടാം. 20 കൊല്ലം ഇരുന്നിട്ട് ഗുണമില്ലാതെ പോയി. ഇതിൻ്റെ വ്യത്യസ്തത നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയാം തീർച്ചയായിട്ടും. 7-മത്തതാണ് 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ ദാവീദ് അബീനാദാമിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം എടുത്തുകൊണ്ട് വരുമ്പോൾ ഇപ്പം നമ്മൾ വായിച്ച 11-ാമത്തെ വാക്യത്തിൽ 3 മാസം ഓബേദേദോമിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നു. ആ 3 മാസം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു. 20 കൊല്ലം കൊണ്ട് ഒന്നും കിട്ടാതെ പോയവരുടെ മുമ്പിൽ, 7 മാസം കൊണ്ട് വലിയ തകർച്ച പെട്ടക നിമിത്തം ഉണ്ടായവരുടെ മുമ്പിൽ ഒരു കുടുംബം 3 മാസം കൊണ്ട് പെട്ടക നിമിത്തം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുക. എന്താണ് മറ്റുള്ളവർക്ക് നഷ്ടവും ഈ കുടുംബത്തിന് മെച്ചവും ഉണ്ടാകാൻ കാരണം? അതിൻ്റെ കാരണം ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ഈ അബീനാദാമിൻ്റെ വീട്ടിൽ പെട്ടകം വരുന്ന സമയത്ത് അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്. 1 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ആ വീട്ടിലെ ഒരു മോനെ പെട്ടകം സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു എന്നാണ് അവിടെ കാണുന്നത്. 7-ാം അധ്യായത്തിന് 1 വാക്യത്തിൽ കീര്യത്ത് യയാരീം നിവാസികൾ വന്ന യഹോവയുടെ പെട്ടകമെടുത്ത് കുന്നിന്മേൽ അബീനാദാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മകനായ എലയാസറിനെ യഹോവയുടെ പെട്ടകം സൂക്ഷിക്കേണ്ടതിന് ശുദ്ധീകരിച്ചു. അപ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ 5 പേര് കാണും, 6 പേര് കാണും, 8 പേര് കാണും. എനിക്കറിയത്തില്ല ആ അബീനാദാമിൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന്. ഇവരൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവർ കൂടി തീരുമാനിച്ചു ഒരു കാര്യം ചെയ്യേ. മൂത്ത മോൻ ജോയിക്കുട്ടി ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പോകണ്ട, ജോലിക്കും പോകണ്ട. ജോയിക്കുട്ടി പെട്ടകത്തിൻ്റെ കാര്യം നോക്കി വീട്ടിൽ നിൽക്കട്ടെ. ഞാൻ ഉദാഹരണം പറയുകയാണേ, ജോയിക്കുട്ടി എന്നൊന്നും അവിടെ പേരില്ല. അങ്ങനെ ജോയിക്കുട്ടിയെ ശുദ്ധീകരിച്ച് പെട്ടകം സൂക്ഷിക്കാനെടുത്തു. ബാക്കിയുള്ളവർക്ക് പെട്ടകമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജോയിക്കുട്ടി രാവിലെ വന്ന് പെട്ടകത്ത് തൂത്ത് കുടച്ച് വയ്ക്കും. ജോയിക്കുട്ടി വൈകുന്നേരം വന്ന് പെട്ടകത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കും. ജോയിക്കുട്ടി മാത്രം, ബാക്കിയുള്ളവരെയും അങ്ങോട്ട് തിരിയാറയില്ല ഒരു വീട്ടിലെ. അപ്പോൾ അതുകൊണ്ട് പറയത്തക്ക ഗുണം, ആരെങ്കിലും ഒരാളെ അമ്മയെ തന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു, അമ്മയെ തന്നെ പള്ളിയിൽ പോകാൻ ഏൽപ്പിച്ചു, അമ്മയെ തന്നെ ഉപവസിക്കാൻ ഏൽപ്പിച്ചു. ബാക്കിയുള്ളതെല്ലാം അമ്മ വേണം. ചെറുക്കൻ IELTS 3 പ്രാവശ്യം എഴുതിയിട്ട് ജയിച്ചില്ല പാസ്റ്ററെ. പെണ്ണ് നേഴ്സിങ്ങിന് വിട്ടിട്ട് തോറ്റു പാസ്റ്ററെ. അച്ഛനതേ കൈ ഒടിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുന്ന പാസ്റ്ററെ. അവിടെ നിന്ന് അങ്ങനെ പിരിച്ചുവിടാൻ പോകുമെന്ന് പറയുന്ന പാസ്റ്ററെ. തൊട്ടതിന് ഈ പാവപ്പെട്ട അമ്മയെ മാത്രം ഈ ആത്മീകം ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം ഒന്നും അറിയാത്തതുപോലെ കറങ്ങി നടന്നാൽ 20 അല്ല 250 കൊല്ലം കർത്താവിനെ വിളിച്ച് നടന്നാലും പറയത്തക്ക ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ കൊല്ലം അങ്ങനെ വരാതിരിക്കട്ടെ. ഇതൊന്നും നമ്മൾ കൂടി സംസാരിക്കാത്തത് കൊണ്ടാണ് വിഷയം. ബാക്കി എല്ലാ കാര്യവും സംസാരിക്കത്തില്ലേ.
വീട്ടിൽ ഈ കാര്യം ഒന്ന് പറ. പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ്, അയ്യോ ഈ മെസ്സേജ് കേൾക്കുന്നു എന്നങ്ങ് പുള്ളിയോട് പറഞ്ഞാൽ പുള്ളി ഫോണും തല്ലിപ്പൊട്ടിക്കും, കൊല്ലുമെന്ന്. ഒരു ഫോണങ്ങ് പോണെങ്കിൽ പോട്ടെ, ഇതിനേക്കാൾ നല്ലത് ജീവിക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെ പോകുന്നതല്ല. ഞാൻ അറം പറ്റിയ വാക്ക് പറയുകയല്ല. ഒന്ന് പറയണം, ഈ രാവിലെ തോറും കേൾക്കുന്ന ഈ വചനം ഒന്ന് കേൾക്കാമോ? സ്നേഹത്തോടെ പറയണം. ദൈവത്തോട് പ്രാർത്ഥിച്ചത് കേൾക്കാൻ തുടങ്ങുമ്പോൾ, കുടുംബമായിരുന്നു ഇതൊക്കെ കേൾക്കാൻ തുടങ്ങിയാണ്ടല്ലോ, കുടുംബമായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്ടല്ലോ, എല്ലാവരും കൂടി ഒന്നിച്ച് പെട്ടകത്തെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്ടല്ലോ, അയ്യോ ദൈവത്തിന് അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റിയാൽ. പല വീട്ടിലെ സംഭവം എല്ലാവർക്കും ഒന്നും ആത്മീകത്തിനകത്ത് വലിയ താല്പര്യമില്ല. അതിന് ഞാൻ പറയുന്നത് പ്രശ്നമുള്ള വീട്ടിൽ മാത്രമല്ല, ഇനി ആത്മീകത്തിൻ്റെ വലിയ ആളുകളാണെന്ന് പറയുന്നിടത്ത് ശരിയാണ്. പേരിന് പലരും വന്നു പോകുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ കണ്ണീരുള്ളൂ, ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ആത്മദാഹമുള്ളൂ, ഒരാൾക്ക് മാത്രമേ ദൈവഭയമുള്ളൂ. അങ്ങനെയുള്ള വീടുകളിൽ എത്ര കൊല്ലം ആത്മീകം ഇരുന്നാലും ആരൊക്കെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചാലും പറയത്തക്ക മാറ്റം വരില്ല. നമ്മളതിനെ ഇരുത്തി ചിന്തിക്കണം. എങ്ങനെയെങ്കിലും ഈ കൊല്ലം രക്ഷപ്പെട്ടേ പറ്റൂ. സംസാരിക്കണം. എനിക്ക് കുറച്ച് കാര്യം നല്ല സമയം കണ്ടെത്തണം സംസാരിക്കാനൊക്കെ. അതിനുവേണ്ടി വെറുതെ യേശുക്രിസ്തു ഏറ്റവും വലിയ ഭാരമുള്ള വിഷയം അപ്പനോട് പറയാൻ വേണ്ടി ഗദസമന തോട്ടത്തിൽ നല്ല സമയം കണ്ടെത്തി. എന്നിട്ട് പറഞ്ഞ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലപ്പ, ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു മാറ്റണം. മാറ്റിയില്ല എങ്കിലൊരു കോൺഫിഡൻറ്റ് കിട്ടി. അല്ലപ്പ അങ്ങനെ ഇഷ്ടം നടന്നാൽ മതി. അപ്പം ദൈവസന്നിധിയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒരു കാര്യം പറയാൻ നല്ല സമയം, നല്ല മൂഡ്, നല്ല അന്തരീക്ഷം എല്ലാം കണ്ടെത്തി അങ്ങനെ ഒരു ഊഷ്മളത നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓരോ കാര്യങ്ങളിൽ നിന്ന് അകന്നകന്ന് പോകുന്തോറും നഷ്ടം നമുക്കാണ്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഞാൻ പറയട്ടെ, ദിനവൃത്താന്തം പുസ്തകം 1 ദിനവൃത്താന്തം 13-14 പറയുന്നത്, പെട്ടകം ഓബേദേദോമിൻ്റെ കുടുംബത്തോടുകൂടെ, ആ വാക്ക് കണ്ടോ, ഓബേദേദോമിൻ്റെ കുടുംബത്തോടുകൂടെ, ഒരു മൂലയെ കൊണ്ടുവച്ചെന്നല്ല, പെട്ടകം വീട്ടിലിരിക്കുന്നതും പെട്ടകം കുടുംബത്തോടുകൂടെ ഇരിക്കുന്നതും വ്യത്യാസമുണ്ട്. കുടുംബം എന്ന് പറയുന്നതേ 3 മുറിയുള്ള വീടും ഒരു അടുക്കളയും കൂടി ഉള്ളതല്ല. കുടുംബം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മോനും മോളും മരുമോനും മരുമോളും എല്ലാവരും കൂടി ചേരുന്നതാണ് കുടുംബം. അപ്പോൾ പെട്ടകം ഇരുന്നത് വീട്ടിലെ പൂജാമുറിയിലോ പ്രാർത്ഥനാ മുറിയിലോ മോളിൽ കൊണ്ടുവച്ചിട്ട് ഇവർ താഴത്തെ നിലയിൽ കൂടെ കറങ്ങി നടക്കുകയല്ല. പെട്ടകം കുടുംബത്തോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരോടും കൂടെ പെട്ടകം ഇരുന്നു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, മിങ്കിൾഡ് വിത്ത് ദി ആർക്ക് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ആ വീടുമായിട്ട് പെട്ടകം മിങ്കിൾ ചെയ്തു. ചില പെങ്കച്ചിനൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് കൊല്ലം 5 ഇതുവരെ ആ കൊച്ച വീടുമായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. സ്തോത്രം. മനസ്സിലായോ? മിങ്കിൾ ചെയ്യാതെ പോകുന്ന എൻ്റെ പൊന്നെ എന്തായിരിക്കും എന്നറിയാമോ? എന്നും വിമിഷ്ടം. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആരും കാണാതെ വീട്ടിലേക്ക് ഒരു ഫോൺ വിളിയുണ്ട്. മാറി നിന്നിട്ട് ഏതാണ്ട് മോട്ടിച്ചിട്ട് വിളിച്ചു പറയുന്ന പോലെ വിളിച്ചു പറയണേ. അപ്പോൾ അവിടെ നിന്ന് അമ്മയും കൂടി ചോദിക്കും, എങ്ങനെയുണ്ട് ഇന്ന് തള്ള എങ്ങനെ ഇടഞ്ഞു? ഇന്നും വല്ല കുഴപ്പമില്ലായിരുന്നു. ഇത് മിങ്കിൾ ചെയ്യിപ്പിക്കുകയല്ല, ഇത് നിങ്ങളെ അങ്ങോട്ട് ആകപ്പാടെ അങ്ങ് പിക്കിളിടും പോലെ ആയി തീരുകയുള്ളൂ. മനസ്സിലായോ? അത് ഈ അമ്മമാരും ഓർക്കണം, എല്ലാവരും ഓർക്കണം. ഇങ്ങനെ വിളിച്ചു എൻ്റെ പൊന്നു മോളെ എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, നീ ആ വീടുമായിട്ടങ്ങ് മിങ്കിൾ ചെയ്യുക, ആ അമ്മയോടങ്ങ് മിങ്കിൾ ചെയ്യുക, നിൻ്റെ കെട്ടിയവനുമായിട്ടങ്ങ് മിങ്കിൾ ചെയ്യുക. ഞാൻ ഒന്നുകൂടെ പറയാം, അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ എല്ലാവരും കൂടി പിക്കിളാക്കും. അത്രേ ഉള്ളൂ. എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പം ആത്മീയതയോട് മിങ്കിൾ ചെയ്യുക, ദൈവത്തോട് മിങ്കിൾ. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പിന്നെ വേദോത്സവം പഠിപ്പിക്കുന്ന ദൈവം 10 അടി അകലെ പോയി നിന്ന് ദൂരെ നോക്കി ബാരിക്കേഡിൻ്റെ ഇപ്പുറം നിന്ന് കണ്ടിട്ട് പോകാനല്ല. ദൈവത്തിന് ആഗ്രഹം നിന്റെ കുടുംബത്തോട് മിങ്കിൾ ചെയ്യണം, നിന്നോട് ഇടപെടണം. അതിനല്ലേ ഏഴം തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നത്. 3 മാസം ദൈവവുമായിട്ട് ഞാൻ പെട്ടകമെന്നുള്ള കൺസെപ്റ്റിനെ ആത്മീയതയുടെയും ദൈവത്തെങ്കിലും കൊണ്ട് മുട്ടിക്കുക കേട്ടോ. എൻ്റെ ദൈവത്തെ ദൂരെ നിന്ന് കണ്ടു. 10 രൂപ സ്വോത്രകാഴ്ച ഞായറാഴ്ച ഇട്ടു. 30-ാം തീയതി ശമ്പളം കിട്ടുമ്പോൾ 250 രൂപ ദശാംശം കൊടുത്തു. അത് മിങ്കിൾ ചെയ്യലല്ല കൂടപ്പുറപ്പേ, അല്ല. നീ ദൈവത്തെ അപ്പനായി കാണണം. പ്രാർത്ഥനാ മുറി ഹല്ലേലൂയ, നീ അപ്പൻ്റെ മടി തല വയ്ക്കണം, നീ അപ്പൻ്റെ നെഞ്ച ചാരണം, ആ അപ്പൻ നിൻ്റെ നെറ്റിയിൽ ഉമ്മ തരണം. ഹല്ലേലൂയ. ദൈവമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഈ കൊല്ലം നിങ്ങൾക്ക് പറ്റുമോ? 1000 ഉപദേശിമാരുമായിട്ട് നിങ്ങൾ നെഞ്ചിലേറ്റി കാണും. ദൈവത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണോ? ഞാൻ വിലപിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടും പറയാം, ഈ കൊല്ലം പാഴാക്കല്ലേ, വെറുതെ പാഴാക്കല്ലേ. ദൈവത്തോട് മിങ്കിൾ ചെയ്ത കുടുംബങ്ങളെയെല്ലാം ദൈവം ഉയർത്തി. ഞാൻ നിങ്ങളോട് പറയാം, ബാക്കി 6 സ്ഥലവും മിങ്കിൾ ചെയ്തില്ല. അമ്മായിയമ്മ പോലുള്ള വീട്ടിലെ പോലെ
2 വെപ്പ് 2 മുറിയായിട്ട് നിന്നു. കുടുംബം ഒന്നിച്ച്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശത്രു ജയമെടുക്കാതെ എല്ലാവരും കൂടി ഒന്നിച്ച് കൈയടിച്ച് പാട്ടുപാടി, ഒരു വണ്ടിയിൽ പാട്ടും പാടി ദൈവത്തെ ആരാധിക്കാൻ പോയി. ഒന്നിച്ച് നൃത്തം ചെയ്ത് കാട്ടാക്കാട്ടെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒന്നിച്ച് പ്രാർത്ഥിക്കാനിരുന്നാൽ ഉറക്കം തൂങ്ങി ഒരുത്തിരിക്കും, മറ്റോ മാത്രം ശ്വാസം മുട്ടി പ്രാർത്ഥിക്കുക. അല്ല, എല്ലാവരും കൂടി പാട്ട് പാടുമ്പോൾ കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവമായിട്ട് മിങ്കിൾ ചെയ്താൽ, ഞാൻ ആ വാക്ക് ഊന്നി പറയുക, ദൈവമായിട്ട് മിങ്കിൾ ചെയ്താൽ രക്ഷപ്പെട്ടു. 3 മാസം ദൈവം അങ്ങ് അറിഞ്ഞ് അനുഗ്രഹിക്കും. അപ്പാന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ഈ വെളിപ്പാട് ഞാൻ പറയുമ്പോൾ ദൈവവുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കുടുംബങ്ങളായി നമ്മുടെ ഈ വാട്സാപ്പിലെ സകല കുടുംബങ്ങൾക്കും ഭാഗ്യമൊരുക്കട്ടെ. ദൈവം അത് ചെയ്യട്ടെ. ഞാൻ പ്രാർത്ഥിക്കട്ടെ. വിത്തിൻ 3 months 3 മാസം ദൈവവുമായിട്ട് മിങ്കിൾ ചെയ്യണം. ഇന്നലെ ചിന്തിച്ചു, മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി. പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്നത് പോലെ ഒരു പ്രൈവസിയായിട്ട് താമസിച്ചതല്ല, ഒന്നിച്ചിരുന്ന് കൂട്ടായ്മയുമായിട്ട് മിങ്കിൾ ചെയ്തു. ഇന്ന് ദൈവമായിട്ട് മിങ്കിൾ ചെയ്തു. തുറന്ന ഹൃദയത്തോടെ എല്ലാവരുമായിട്ട് ഇടപെട്ട് ആത്മീയരുമായിട്ട് നന്നായി ഒരു ദുരിതാശവും ഇല്ലാതെ ദൈവമായിട്ട് പക്ക മിങ്കിൾ ചെയ്ത് ജീവിക്കാമെങ്കിൽ ചുരുങ്ങിയ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം കൊണ്ട്, മാർച്ച് 31 ലോകത്തിൽ കണക്കെടുപ്പിൻ്റെ ദിവസമാണെന്ന് തോന്നുന്നു, അതിനേക്കാൾ മുമ്പ് ദൈവം ചില കാര്യങ്ങൾക്ക് പരിഹാരം വരുത്തും. വേണമെങ്കിൽ ഒരുങ്ങിക്കൂ. വീട്ടിലെ പിള്ളേരൊക്കെ ഇരുന്ന് പിടിച്ചിരുത്തി കേൾപ്പിക്കുക. എടാ പൊന്നുമോനെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാടാ. നിങ്ങളുടെ അച്ചാച്ചനോട് പറ, അപ്പനോട് പറ, ഇതൊന്ന് കേൾക്ക്, കാല് പിടിച്ച് പറ, വേറെ ഒന്നും വേണ്ട. ഇത് ശരിയാണെങ്കിൽ ആമീൻ പറയാൻ പറ. ഉപദേശമാർ വയറ്റിപ്പഴപ്പിന് നടക്കാമെന്ന് പറഞ്ഞ് ചുമ്മാ തള്ളല്ലേന്ന് പറ. ദൈവസന്നിധിയിൽ കേൾക്കാൻ പറ. നിങ്ങളുടെ കുടുംബം ദൈവമായിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കേൾക്കാൻ പറ്റിയത് കേൾപ്പിക്കുക. നിങ്ങൾ കുറച്ചുകൂടെ ഫ്രീ ആകുക. ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദൂത് വീടുകളിൽ എല്ലാവരും കേൾക്കണേ. ദൈവമായിട്ട് മിങ്കിൾ ചെയ്യാൻ കുടുംബങ്ങളെ ഒരുക്കണേ, മക്കളെ ഒരുക്കണേ. ദൈവമേ, അത് നിമിത്തം ഭയങ്കര അനുഗ്രഹം വരണേ. ദൈവാനുഗ്രഹത്തെ നിറവിൽ ഈ വർഷം ദൈവം മുന്നോട്ട് പോകാൻ ഇടയാക്കണേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ പിതാവേ. ആമേൻ. അങ്ങെപ്പോലൊരു ദൈവമില്ല, അങ്ങല്ലാതൊരു ദൈവമില്ല, അങ്ങെപ്പോ